10ാം ക്ലാസ്സിലെ മാത്സിലുള്ള ട്രിഗോണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗോണോമെട്രി എന്ന് പറയുന്നത് പൊതുവേ കുട്ടികൾക്ക് കുറച്ച് പേടിയുള്ളൊരു വിഷയമാണ്. അതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, എന്താണ് ത്രികോണമിതി എന്നൊക്കെ അത് പഠിച്ചു കഴിഞ്ഞിട്ടും പലർക്കും ആകെ സംശയമാവാറുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതാ 2 ത്രികോണങ്ങൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ത്രികോണമിതി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ ഒരു മട്ടത്രികോണം മാത്രമാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിൽ കാണാറ്. പക്ഷേ ത്രികോണമിതി മട്ടത്രികോണത്തെ പറ്റി മാത്രമുള്ളതല്ല, എല്ലാ ത്രികോണങ്ങളെയും പറ്റിയുള്ള ഒരു കാര്യമാണ്. നമുക്കത് എന്താണെന്ന് നോക്കാം. ത്രികോണങ്ങളുടെ കോണുകളുടെ അളവും വശങ്ങളുടെ നീളവും തമ്മിലുള്ള ഒരു ബന്ധത്തെപ്പറ്റി പഠിക്കുന്നതാണ് ശരിക്കും ത്രികോണമിതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ത്രികോണം നോക്കൂ. 3 കോണുകളുടെയും അളവ് തുല്യമാണ്. അപ്പോൾ 3 പറഞ്ഞാൽ 3 കോണുകളുടെയും അളവ് 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി. ഇങ്ങനെയുള്ള ത്രികോണത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിന് സമമായിട്ടുള്ള 3 വശങ്ങളാണുള്ളത്. ഒരേ നീളമാണ് 3 വശങ്ങൾക്കുമുള്ളത്, ഒരേ കോണാണ് 3 കോണിനുമുള്ളത്. ഇത് എത്ര വലുതാക്കി വരച്ചാലും എത്ര ചെറുതാക്കി വരച്ചാലും 3 കോണും തുല്യമാണെങ്കിൽ ഇതിൻ്റെ 3 വശങ്ങളും തുല്യമായിരിക്കും. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ അതിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:1:1 എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ വശം 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ വശവും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഈ വശവും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതല്ല ഈ വശം 1 മീറ്റർ ആണെങ്കിൽ ഇതും 1 മീറ്റർ ആയിരിക്കും, ഇതും 1 മീറ്റർ ആയിരിക്കും. ഈ വശം 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ വശവും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഈ വശവും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് ഈ കോണുകൾ മാറാത്തിടത്തോളം കാലം അത് അങ്ങനെ തന്നെ ആയിരിക്കും. കോണുകളെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഓർമ്മ പുതുക്കാം. കോണ് എന്ന് പറയുന്നത് ഒരു വട്ടം മുഴുവൻ കറങ്ങി വരുന്നത് 360 ഡിഗ്രി കോണെന്ന് പറയും. അതിന് ചിലപ്പോൾ നമ്മൾ 2π എന്നും എഴുതാറുണ്ട്. ചില പുസ്തകങ്ങളിൽ ചില സ്ഥലത്ത് നമ്മൾ ആ കോണിനെ ആ ആംഗിൾ = 2π എന്ന് എഴുതും. ഒരു വട്ടത്തിൻ്റെ പകുതി വരെ വരുന്ന ഇത്രയും കറങ്ങി ഇവിടം വരെ എത്തുന്ന ഈ ഒരു വശത്ത് നിന്ന് ഈ വരയുടെ ഇവിടം വരെ എത്തുന്ന ആംഗിളാണ്, ആ കോണാണ് 180 ഡിഗ്രി, അല്ലെങ്കിൽ അതിന് π എന്നും പറയും. അതുപോലെ 360ൻ്റെ ഭാഗങ്ങളാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കോണുകൾ മനസ്സിലാക്കാം. ഇത് 360ൻ്റെ പകുതിയാണ്. 360 എന്ന് പറഞ്ഞാൽ മുഴുവൻ വട്ടം, 180 എന്ന് പറഞ്ഞാൽ ആ വട്ടത്തിൻ്റെ പകുതി. 360ൻ്റെ പകുതി 180. അതുപോലെ വട്ടത്തിനെ 4 ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ ഓരോ ഭാഗത്തും വരുന്ന ഇത്രയും ഉള്ള കോണാണ് 90 ഡിഗ്രി. 360/4, അതിനെ 2π/4, അപ്പോൾ π/2 എന്നും പറയാം. അതുപോലെ 360ൻ്റെ 6-1 നമ്മൾ നേരത്തെ പറഞ്ഞ ആ സമമായിട്ടുള്ള ത്രികോണത്തിന് 3 വശവും സമമായിട്ടുള്ള ത്രികോണത്തിന് ഉണ്ടാകുന്നത് 360ൻ്റെ 6-1. അപ്പോൾ ഒരു വട്ടത്തിൻ്റെ 6-1 ഭാഗമാണ്. അതാണ് 360/6, 60 ഡിഗ്രി. എന്നാൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ത്രികോണം വരച്ചാലോ, അതിൻ്റെ വശങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഇതാ ഈ കോൺ 60 ഡിഗ്രി, ഇത് 75 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. ശരിക്കും ഒരു കാര്യമുള്ളത്, ത്രികോണത്തിൻ്റെ 3 കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 60 ഇത് 60 ഇതാണെങ്കിൽ ഇത് മൂന്നാമത്തെ 60 ആയിരിക്കും. അപ്പോൾ ഇത് 60ഉം ഇത് 75ഉം ആണെങ്കിൽ മൂന്നാമത്തെ 45 ആയിരിക്കും. 2 കോണുകൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാം. 180ൽ നിന്ന് ഇത് രണ്ടും കൂടി കൂട്ടിയത് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ 45 ആണെന്ന് കിട്ടും. പക്ഷേ ഇങ്ങനെയുള്ളൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം നമുക്ക് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷേ ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു കോൺ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ വശങ്ങൾ തമ്മിലുള്ള അനുപാതം അല്ലെങ്കിൽ അതിൻ്റെ നീളങ്ങൾ തമ്മിലുള്ള അംശബന്ധവും മാറില്ല. അത് കൃത്യമായിട്ട് അത് തന്നെയായിരിക്കും. അപ്പോൾ ഇതേ ത്രികോണം ഇതേ ആംഗിളുകൾ വെച്ച് ഇതേ കോണുകൾ വെച്ചിട്ട് ത്രികോണം വലുതാക്കി വരച്ചാലും ചെറുതാക്കി വരച്ചാലും ഇതിൻ്റെ വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അതിൻ്റെ അംശബന്ധം, വശങ്ങളുടെ നീളങ്ങൾ തമ്മിലുള്ള അനുപാതം മാറാതെ ഇരിക്കും. പക്ഷേ നമ്മളിങ്ങനെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നിനും പഠിക്കേണ്ടി വരും. ഇപ്പോൾ ഇത് 60 ഇത് 60 ഇത് 60 ആണെങ്കിൽ നമുക്ക് 1:1:1 നമ്മൾ പറഞ്ഞു. അതുപോലെ ഇതും 60 ഇത് 60 ഇത് 75 ഇത് 45 ആണെങ്കിൽ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കുറേ 3 അളവ് വെച്ചിട്ട് വേണം നമുക്ക് പഠിക്കാൻ. അല്ലെങ്കിൽ 2 അളവെങ്കിലും നമുക്ക് പറയേണ്ടി വരും. ഇത് 60 75 ആണെങ്കിൽ എന്തായിരിക്കും, ഇത് 60 ഇത് 70 ആണെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് ആലോചിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ ആലോചിക്കുന്നതിനേക്കാളും കുറച്ച് എളുപ്പത്തിൽ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മട്ടത്രികോണങ്ങളെപ്പറ്റി മാത്രം ആദ്യം ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും മട്ടത്രികോണത്തിൻ്റെ കാര്യത്തിൽ പഠിക്കുന്നത്.
പറഞ്ഞ പോലെ ഇതാ 3 കോണളവ് കൂട്ടിയാൽ 180 കിട്ടുന്ന എല്ലാ 3 സംഖ്യകളും വെച്ചിട്ട് പഠിക്കുക കുറച്ച് പാടായതുകൊണ്ട് നമ്മൾ ഒരു കോണളവ് ഫിക്സ് ചെയ്യും. അപ്പോൾ ത്രികോണത്തിൻ്റെ ഒരു കോണ് 90 ആണെങ്കിൽ പിന്നെ നമുക്ക് ഒരു കോണിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഈ കോണ് 90 ആണെന്ന് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് 45 ആണെങ്കിൽ ഇത് 45 ആയിരിക്കും, ഇത് 50 ആണെങ്കിൽ ഇത് 40 ആയിരിക്കും. എന്തെന്നാൽ 3 കൂട്ടിയാൽ നമുക്ക് 180 കിട്ടണം. അപ്പോൾ നമുക്ക് ഒരു കോണിൻ്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അംശബന്ധങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാം. ഇതാ ഇത് 90 ആണ്, ഇത് 30 ആണെങ്കിൽ എന്തായാലും ഇത് 60 ആയിരിക്കും. അപ്പോൾ 30 എന്നുള്ള കോണിൻ്റെ ഇങ്ങനത്തെ ഒരു ത്രികോണത്തിന് ഇത് ഈ വശവും ഈ വശവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ വശവും ഈ വശവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഇത്തരം ത്രികോണങ്ങളുടെ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കും. ഇവിടെ 30 ആകുമ്പോൾ എന്തായാലും ഇവിടെ 60 ആയിരിക്കും. അപ്പോൾ ഇത് 60ൻ്റെ കാര്യവും അതിൽ തന്നെ പെടും. 30ൻ്റെ ഈ വശവും ഈ വശവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് 60ൻ്റെ ഈ വശവും ഈ വശവും തമ്മിലുള്ള ബന്ധം തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ തൽക്കാലം മട്ടത്രികോണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതായത് 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു വശമുള്ള ത്രികോണങ്ങൾ മാത്രം. അതല്ലാത്ത ത്രികോണം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ മട്ടത്രികോണങ്ങളാക്കി മുറിക്കും. ഇതാ ഇങ്ങനെ ഒരു ത്രികോണം വന്നെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൽ ഒരു കോണും 90 ഡിഗ്രി അല്ല, ഈ കോണും 90 അല്ല, ഈ കോണും 90 അല്ല, ഈ കോണ് ചിലപ്പോൾ 90 ആയിരിക്കും, പക്ഷേ 90 അല്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഒന്നും 90 അല്ലാത്ത സ്ഥിതിയിലുള്ളൊരു ത്രികോണം വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഇവിടെ വെച്ചിട്ട് പകുതി വെച്ച് ഇങ്ങനെ മുറിക്കും. ഒരു ലംബമായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി ആവുന്ന പോലെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ഭാഗം ഒരു 90 ഡിഗ്രി ഉള്ള ഒരു മട്ടത്രികോണം കിട്ടി, ഈ ഭാഗത്തും നമുക്കൊരു മട്ടത്രികോണം കിട്ടി. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ വശവും ഈ വശവും തമ്മിലുള്ള ബന്ധം അറിയാം, ഇതിൻ്റെ ഈ വശവും ഈ വശവും തമ്മിലുള്ള ബന്ധം അറിയാമെങ്കിൽ നമുക്ക് മൊത്തം ത്രികോണത്തിൻ്റെ വശങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് നമ്മൾ മട്ടത്രികോണങ്ങളെ പറ്റി പഠിച്ചിട്ട് പിന്നീട് അത് കൂടുതൽ മട്ടമല്ലാത്ത ത്രികോണങ്ങളിലും പൊതുവായിട്ടുള്ള ഏത് ത്രികോണത്തിലും നമ്മൾ ആ അനുപാതം നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് മട്ടത്രികോണങ്ങളുടെ കാര്യത്തിലേക്ക് കുറച്ചുകൂടി ആലോചിക്കാം. മട്ടത്രികോണം നമ്മൾ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കർണം, എതിർവശം, സമീപവശം എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതെന്താണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ കർണം എന്ന് പറയുന്നത് നീളം കൂടിയ വശമാണ്. മട്ടത്രികോണത്തിന് എപ്പോഴും ഒരു നീളം കൂടിയ വശമുണ്ടാകും. അപ്പോൾ ഇത് ഈ വശത്തേക്കാളും നീളം കൂടുതലായിരിക്കും ഈ വശത്തിന്. അത് തമ്മിലുള്ള ഈ വശത്തിൻ്റെയും നീളം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വശത്തിൻ്റെ നീളം കാണാനുള്ള ഒരു ഫോർമുലയാണ് പൈഥഗോറസ് തിയറം എന്ന് പറയുന്നത്. അത് ഇങ്ങനെ ഈ വശം സ്ക്വയർ ഈ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ എന്നൊരു സമവാക്യമുണ്ട്. അതുപയോഗിച്ച് നമുക്ക് ഈ താഴത്തെ ഭാഗം അതിനെ നമ്മൾ പാദമെന്നും വിളിച്ചാൽ, ഇതിനെ ലംബമെന്നും വിളിച്ചാൽ നമുക്ക് ഈ കർണത്തിൻ്റെ അല്ലെങ്കിൽ നീളം കൂടിയ വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കാം. പക്ഷേ നമ്മൾ ഈ സമീപവശം, എതിർവശം എന്നൊക്കെ പറയുന്നത് ഈ കോണിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ ഈ 30 ഡിഗ്രിയുടെ കോണിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെ സമീപവശം അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയും. അപ്പോൾ ഈ കോണിനോട് അടുത്ത് നിൽക്കുന്ന വശം എന്നുള്ളത് കൊണ്ടാണ് അതിനെ സമീപവശം എന്ന് പറയുന്നത്. കർണമല്ലാത്ത വശം, കർണവും ഇത് ഈ കോണിൻ്റെ സമീപവശമാണ്. പക്ഷേ കർണത്തെ നമ്മൾ സ്പെഷ്യലായിട്ട് മാറ്റി നിർത്തി. അപ്പോൾ അതിനെ നമ്മൾ പ്രത്യേകിച്ചൊരു പേര് കൊടുത്തു, കർണം. അതിങ്ങനെ ഒരു വികർണം പോലെ വരയ്ക്കുന്നതുകൊണ്ട്, ഒരു ഡയഗണൽ പോലെ വരയ്ക്കുന്നതുകൊണ്ടാണ് ഇതിന് കർണം എന്ന് പേര് കൊടുക്കുന്നത്. ഒരു വികർണം, ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിനെ ഒരു വികർണം എന്നാണ് നമ്മൾ ഇതിന് വിളിക്കുക, ഇങ്ങനെ ഡയഗണൽ വരയ്ക്കുമ്പോൾ. അതുകൊണ്ട് ആവശ്യത്തിന് നമ്മൾ കർണമെന്ന് വിളിച്ചു. ഇനി അതല്ലാത്ത സമീപവശമാണ് നമ്മൾ സമീപവശം എന്ന് പറയുന്നത്. അപ്പോൾ സമീപവശങ്ങൾ ശരിക്കും 2 ഉണ്ട്. ഇതും ഈ 30ൻ്റെ സമീപവശങ്ങളാണ്. അതിൽ കർണമല്ലാത്ത സമീപവശത്തിനെ നമ്മൾ സമീപവശം എന്ന് പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയും. അതുപോലെ ഈ 30ൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ, ഈ 30 ഡിഗ്രി കോണിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് അതിൻ്റെ എതിർവശം ഒന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സംശയത്തിന് ഇടയില്ല. അപ്പോൾ കർണവുമായിട്ട് മിക്സ് എന്തായാലും ആവില്ല. അതിൻ്റെ നേരെ എതിരായിട്ട് ഉള്ള ത്രികോണത്തിലെ വശം, ഈ 30 ഡിഗ്രിയുടെ എതിരായിട്ടുള്ളത് ഏതാണ്? അത് ഈ വശമാണ്. അപ്പോൾ ഇതിലുള്ള ഈ ലംബം എന്ന് പറയുന്ന വശം, ഇതാണ് നമ്മൾ സാധാരണ പാദം എന്ന് പറയുന്ന വശം. ഈ പാദം എന്ന് പറയുന്ന വശമാണ് ഇതിൻ്റെ സമീപവശം, ഇതാണ് ഇതിൻ്റെ എതിർവശം. എതിർവശത്തിന് ഇംഗ്ലീഷിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. ഈ അതിർത്തുള്ള വശത്തിന് സമീപവശം അഥവാ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയും. ഈ നീളം കൂടിയ വശത്തിന് നമ്മൾ കർണം എന്ന് പറയും. ഇനി നമുക്ക് നമ്മുടെ വില്ലന്മാർ എന്ന് പറയപ്പെടുന്ന സൈൻ, കോസ്,
ടാൻ ഒക്കെ എന്താണെന്ന് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. ഇത് നമുക്കൊരു എതിർവശം, സമീപവശം, കർണവുമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. സൈൻ തീറ്റ തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ സൈൻ 30 എന്ന് പറയുന്നതാണെങ്കിൽ എന്താണ്, അതിൻ്റെ എതിർവശവും കർണവും തമ്മിലുള്ള നീളങ്ങളുടെ അനുപാതമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു റേഷ്യോ ആണ്, അതിൻ്റെ അംശബന്ധമാണ്. അപ്പോൾ എതിർവശം ബൈ കർണം, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിലും പറയും. ആ നീളത്തിൻ്റെ അനുപാതം മാത്രമാണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അത് കേട്ടാൽ പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. നമ്മുടെ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. അതൊരു മട്ട ത്രികോണമാവുകയും ഈ ആംഗിൾ ഒരു തീറ്റ എന്നുള്ളതാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ എതിർവശവും കർണവും തമ്മിൽ ഉള്ള റേഷ്യോ, അതിൻ്റെ നീളങ്ങൾ തമ്മിലുള്ള അനുപാതമാണ് എതിർവശം ബൈ കർണം എത്രയാണ്, അതാണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ 30 എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിൻ്റെ, സൈൻ 30 എന്ന് പറയുന്നത് ഈ ത്രികോണത്തിൻ്റെ എതിർവശം ബൈ കർണം. അതുപോലെ കോസ് തീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ സമീപവശം ബൈ കർണം, അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈഡ്. അപ്പോൾ നമുക്ക് പിന്നെയും ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് സമീപവശം. അപ്പോൾ സമീപവശം ബൈ കർണം. അപ്പോൾ സമീപവശം ഇതിൻ്റെ നീളം എത്ര ആണോ അത് ഡിവൈഡഡ് ബൈ ഈ കർണത്തിൻ്റെ നീളം, അത് എപ്പോഴും തുല്യമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ കോണുകൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള റേഷ്യോകളും ഫിക്സ് ആയിരിക്കും. അപ്പോൾ സമീപവശം ബൈ കർണം ആണ് ഇതിൽ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ കോസ് 30, ഈ 30യുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇതാണ് സമീപവശം. തിരിച്ച് 60യുടെ ഭാഗത്തു നിന്നാണ് നോക്കുന്നതെങ്കിൽ ഇത് സമീപവശമായിരിക്കും. അപ്പോൾ കോസ് 30 എന്ന് പറയുന്നത് സമീപവശം ബൈ കർണമാണ്. അത് തന്നെയാണ് നമുക്ക് സൈൻ 60 എന്ന് പറയുമ്പോൾ കിട്ടുക. സൈൻ 60 എന്ന് പറയുമ്പോൾ എതിർവശം ബൈ കർണമാണ്. 60യുടെ എതിർവശമാണ് നമ്മൾ ഈ 30യുടെ സമീപവശം. ഈ 30 ഡിഗ്രി ആംഗിളിൻ്റെ സമീപവശം എന്ന് പറയുന്നത് ഇതാണെങ്കിൽ, ഈ 60 ഡിഗ്രി എന്ന് പറയുന്ന ഈ കോണിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം എന്ന് പറയുന്നത് ഇതേ വശമാണ്. അപ്പോൾ ഇതേ വശം ബൈ കർണം നമ്മൾ ഇതിനെ കോസ് ആയിട്ട് പറയുമ്പോൾ കോസ് 30 അല്ലെങ്കിൽ കോസ് 30 എന്ന് പറയുന്നത് സമീപവശം ബൈ ഈ വശം ബൈ കർണമാണ്. സൈൻ 60 എന്ന് പറയുന്നതും അതുതന്നെയാണ്, ഈ വശം ബൈ കർണമാണ്. ജസ്റ്റ് 60ൻ്റെ എതിർവശം ബൈ കർണം. ഇതുപോലെ തന്നെ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോസ് 60 എന്ന് പറയുന്നത് നമുക്ക് കോസ് 60 എന്ന് പറയുന്നത് 60ൻ്റെ സമീപവശം ബൈ കർണം, അതായത് ഈ വശം ബൈ കർണമാണ്. അത് സൈൻ 30 തന്നെയാണ്, അല്ലെങ്കിൽ സൈൻ 30 തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും. അത് ഈ 30ൻ്റെ എതിർവശം ഇതാണ്. അപ്പോൾ ഈ വശം ബൈ കർണമാണ് നമ്മൾ സൈൻ 30 എന്ന് പറയുന്നത്. കോസ് 60 എന്ന് പറയുന്നത് ഈ വശം ബൈ കർണം തന്നെയാണ്, എന്നുവെച്ചാൽ 60ൻ്റെ സമീപവശം ബൈ കർണം ആയിട്ടുള്ളതുകൊണ്ട് ആ കോസ് 60 എന്ന് പറയുന്നതും സൈൻ 30 എന്ന് പറയുന്നതും അതുതന്നെയാണ്. അതിന് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈഡ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയും. അതുപോലെ ടാൻ തീറ്റ എന്ന് പറയുന്നത്, ഒരു ആംഗിളിൻ്റെ ടാൻ എന്ന് പറയുന്നത് എതിർവശം ഡിവൈഡഡ് ബൈ സമീപവശം. എതിർവശത്തിന് സമീപവശം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ആ സംഖ്യയാണ് ടാൻ തീറ്റ എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇത് പെട്ടെന്ന് ആൾക്കാർക്ക് ഓർക്കാൻ പലതരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഏതാണ് സൈൻ, ഏതാണ് കോസ്, ഏതാണ് ടാൻ, അല്ലെങ്കിൽ ഏത് വശങ്ങളുള്ള തമ്മിലുള്ള റേഷ്യോ ആണ് സൈൻ, ഏത് വശങ്ങളൊക്കെയാണ് കോസിൽ വരുന്നത്, അതിൻ്റെ മുകളിൽ ഏതാണ്, താഴെ ഏതാണ്, ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻ്റ് ആണോ, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണോ, അതോ കോസിലാണോ ഓപ്പോസിറ്റ് വരുന്നത്, സൈനിലാണോ അഡ്ജസൻറ്റ് വരുന്നത് എന്നൊക്കെ സംശയങ്ങൾ നമുക്ക് പൊതുവേ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി ആലോചിച്ചിരുന്നത് സിനോഹ്, കോസാഹ്, ടാനോവ എന്നാണ്. അപ്പോൾ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അല്ലെങ്കിൽ എതിർവശം ബൈ കർണം. കോസ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എ ബൈ എച്ച്, എ എച്ച്, ഇവിടെ ഒ എച്ച്, എ എച്ച്, ടാൻ ഒ എ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ടാനോവ. ഇതൊരു ഓരോ കുട്ടികളുടെ പേരൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. സിനോഹ്, കോസാഹ്, ടാനോവ. നമുക്ക് പെട്ടെന്ന് സംശയം വരാതെ ഇത് ഏത് റേഷ്യോനെ പറ്റിയാണ് നമ്മൾ ഈ പേരുകൾ പറയുന്നത് എന്ന് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. സൈൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്, കോസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്, ടാൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ് എന്ന് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ ഇതുപോലെയുള്ള ഓരോ തന്ത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്.
ഇനി നമുക്ക് കുറച്ച് എളുപ്പമുള്ള ട്രയാങ്കിളുകൾ, എളുപ്പമുള്ള ത്രികോണങ്ങളിൽ ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതാ ഈ ത്രികോണത്തിൻ്റെ ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി. ഇവിടെ 90 ഡിഗ്രി 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 45 ആയിരിക്കും. അത് ഞാൻ പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെ സമീപവശം, ഇതാണ് എതിർവശം. പക്ഷേ ശരിക്കും ഇവിടെ 45 ഡിഗ്രി തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് നോക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിനെ സമീപവശമെന്നും ഇതിനെ എതിർവശമെന്നും വിളിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയിരുന്നെങ്കിൽ ഇതിനെ സമീപവശമെന്നും ഇതിനെ എതിർവശമെന്നും വിളിക്കേണ്ടി വന്നേനെ. പക്ഷേ അത് രണ്ടും തുല്യമാണ്. ഇത് രണ്ട് കോണുകൾ തുല്യമായിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ രണ്ട് വശങ്ങളും തുല്യമായിരിക്കും. ഇത് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുള്ള തരം ഒരു ത്രികോണമാണ് സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു ത്രികോണമാണ് ഇത്. അപ്പോൾ ഇത് ശരിക്കും ഇവിടെ 45 ഇവിടെ 45 ആവണമെന്നില്ല. ഇവിടെ 30 ഇവിടെ 30 തമ്മിൽ ആയിട്ടുള്ള, അപ്പോൾ ഇവിടെ അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള ഏത് ത്രികോണമായാലും ഈ വശവും തുല്യമായിരിക്കും. അപ്പോൾ tan 45 എന്ന് പറയുന്നത് ഈ രണ്ട് വശവും തുല്യമായതുകൊണ്ട് എപ്പോഴും അത് ഒന്നായിരിക്കും. എതിർവശം ബൈ സമീപവശം. എന്താണെന്ന് വെച്ചാൽ ഇതൊരു 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതൊരു 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കോണുകളും തുല്യമായതുകൊണ്ട് അത് മാറില്ല. അതുകൊണ്ട് ഇതിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എപ്പോഴും ഒന്നായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഓപ്പോസിറ്റ് സൈഡിൻ്റെയും അഡ്ജസൻറ്റ് സൈഡിൻ്റെയും നീളങ്ങൾ തുല്യമാണ്. പക്ഷേ സൈൻ 45 കോസ് 45 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ സൈഡിനെ കുറിച്ച് കൂടി നമുക്ക് ഐഡിയ കിട്ടണം. അപ്പോൾ ആ സൈഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഓർത്ത് നോക്കൂ. അതിനെ നമുക്ക് ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. ഈ വശത്തിൻ്റെ അല്ലെങ്കിൽ കർണത്തിൻ്റെ സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ ഈ വശം 1 സെൻറ്റിമീറ്ററും ഈ വശം 1 സെൻറ്റിമീറ്ററും ആണെങ്കിൽ ഈ വശത്തിൻ്റെ സ്ക്വയർ കർണം സ്ക്വയർ എന്ന് പറയുന്നത് 1 + 1 = 2 ആയിരിക്കും. അതല്ല ഇവിടെ ഒരു 10 ഇവിടെ 10 ആണെങ്കിൽ ഇവിടുത്തെ 10 × 10 പ്ലസ് 10 × 10 ആയിരിക്കും ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ 1 ഇവിടെ 1 ആണെന്ന് നമുക്ക് തൽക്കാലം വിചാരിച്ചു കഴിഞ്ഞാൽ കർണം സ്ക്വയർ 1 + 1 = 2 ആണ്. അപ്പോൾ കർണം സ്ക്വയർ 2 ആണെങ്കിൽ കർണം നമുക്ക് √2 അല്ലെങ്കിൽ 2ൻ്റെ വർഗ്ഗമൂലം, അത് √2 എന്ന് നമ്മൾ എഴുതും. അപ്പോൾ കർണം √2 എന്ന് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാം. അപ്പോൾ കർണം √2 ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈൻ 45 സൈൻ 45 കോസ് 45 ഒക്കെ എത്രയാണെന്ന് പറയാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ 1 ഇവിടെ 1 ഇവിടെ √2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പറയുന്നത് ഇവിടെ പാദം 1 ലംബം 1 ആണെങ്കിൽ കർണം √2 ആയിരിക്കും. അതായത് ഈ ത്രികോണത്തിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അനുപാതം അല്ലെങ്കിൽ അതിൻ്റെ നീളങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:1:√2 എന്നാണ്. എന്നുവെച്ചാൽ ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോയാലും അങ്ങനെ തന്നെ 1:1:√2 എന്നാണ് അതിൻ്റെ അംശബന്ധം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൈൻ 45 ഈ 45ൻ്റെ എതിർവശം ബൈ കർണം ആണ് സൈൻ 45. കോസ് 45 അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ സമീപവശവും 1 തന്നെയാണ്, 1/√2. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലും അത് അങ്ങനെ തന്നെ. ഇവിടെ 45 ആണ്. അപ്പോൾ അതിൻ്റെ എതിർവശം ബൈ കർണം നോക്കിയാലും 1/√2. അപ്പോൾ അതുപോലെ ഇവിടെ നിന്ന് കോസ് 45 നോക്കി കഴിഞ്ഞാൽ ഈ 1 ആണ് ഇതിൻ്റെ സമീപവശം, 1/√2. അതാണ് കോസ് 45. അപ്പോൾ കോസ് 45 1/√2 ആണ്, സൈൻ 45 1/√2 ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സൈൻ, കോസ്, ടാൻ എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് വേറെ ഒരു ത്രികോണം കൂടി എനിക്ക് നോക്കാം. ഇതാ നമ്മൾ ആദ്യം കണ്ട ഈ ത്രികോണം. ഈ ത്രികോണത്തിൽ ഏതെങ്കിലും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? 30 ആയിട്ടുള്ള ത്രികോണം. ഇവിടെ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ വശവും ഈ വശവും തമ്മിൽ അല്ലെങ്കിൽ ഈ വശവും തമ്മിൽ ഉള്ള ബന്ധം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇത് 1 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് ഈ ത്രികോണത്തിൻ്റെ ഒരു ഭാഗം കൂടി ഇപ്പുറത്തേക്ക് വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മിറർ ഇമേജ് ഇപ്പുറത്ത് കൂടി വരച്ച് ഇതിനെ മുട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ നോക്കൂ. അപ്പോൾ ഇങ്ങോട്ടും ഇതുപോലെ 30 ഡിഗ്രി, ഇവിടെയും 60 ഡിഗ്രി, ഇങ്ങനെ ഇതേ ത്രികോണം നമ്മൾ മുറിച്ച് ഇപ്പുറത്ത് ഒട്ടിച്ച് വയ്ക്കുന്ന പോലെ ആലോചിച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ കിട്ടിയത് നമുക്ക് ശരിക്കും 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി 3 ആംഗിളുള്ള ഒരു ത്രികോണമാണ്. അപ്പോൾ 60 60. അപ്പോൾ ഈ ത്രികോണത്തിനെ പറ്റി നമുക്കറിയാം, ഇതിന് 3 വശങ്ങളും തുല്യമായിരിക്കും. അതായത് ഇതൊന്നാണെങ്കിൽ ഇതും ഒന്നായിരിക്കും, ഇതും ഒന്നായിരിക്കും. പക്ഷേ അപ്പോൾ ഇനി നമ്മൾ ആദ്യത്തെ ത്രികോണത്തിനെ പറ്റി ആലോചിച്ച് നോക്കൂ. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇത് ഒന്നാണെങ്കിൽ ഇത് അരയായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊന്നാണെങ്കിൽ ഇത് അരയാണ്. അപ്പോൾ ഈ ഭാഗം ശരിക്കും അരയാണ് ഇതൊന്നാണെങ്കിൽ. അതാണ് ഈ രണ്ട് വശങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം എളുപ്പത്തിൽ. അപ്പോൾ സൈൻ 30 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈഡ്, അല്ലെങ്കിൽ എതിർവശം ബൈ കർണം. അപ്പോൾ അര ബൈ 1 ഈക്വൽ ടു അര എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുതന്നെയാണ് കോസ് 60 എന്ന് പറയുന്നത്. 60ൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ 60ൻ്റെ സമീപവശം ഇതാണ്. അപ്പോൾ അതിൻ്റെ സമീപവശം അര ബൈ അതിൻ്റെ കർണം 1. അപ്പോൾ അതും അര എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് പക്ഷേ നമുക്ക് പൊതുവേ പറയാൻ പറ്റും, സൈൻ ഇവിടുത്തെ ആംഗിളിൻ്റെ സൈൻ തന്നെയാണ് ഇവിടുത്തെ ആംഗിളിൻ്റെ കോസ്. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് സൈൻ 90 മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. അത് നമുക്ക് പെട്ടെന്ന് ഈ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സൂത്രപ്പണിയാണ്. ഒരു എളുപ്പത്തിൽ സൈനും കോസും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കൂടി തരുന്നുണ്ട്. ഈ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഇത് എതിർവശമാണ്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് സമീപവശമായി മാറും. തിരിച്ചും നമുക്ക് പറയാം കോസ് 90 മൈനസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ എന്നും പറയാം. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ തീറ്റ ആണെങ്കിൽ ഇവിടെ 90 മൈനസ് തീറ്റ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എതിർവശമായി തോന്നുന്നത് ഇവിടെ നോക്കുമ്പോൾ സമീപവശമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എപ്പോഴും പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒരു ട്രിഗണോമെട്രിയുടെ ബേസിക് കാര്യങ്ങൾ. ഇനി നമുക്ക് ഒരു നേരത്തെ കണ്ട ഒരു ത്രികോണം കൂടി നോക്കാം. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതെന്ന് തോന്നിയ ഒരു ത്രികോണം ഇതാ, ഇങ്ങനെയുള്ളൊരു ത്രികോണം. അപ്പോൾ അതിൽ നമ്മൾ ഇത് 60, ഇത് 75, ഇത് 45 എന്ന് പറയുമ്പോൾ അത് കുറച്ച് പാടായിരുന്നു. അതിനെ എങ്ങനെ കണ്ടുപിടിക്കും എന്നാലോചിക്കുന്നു. പക്ഷേ ഇത് മുറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മുറിച്ച് ഇവിടെ 90 ഡിഗ്രി ഇവിടെ 90 ഡിഗ്രി ആക്കി കഴിഞ്ഞാൽ ഇനി ഈ രണ്ട് ത്രികോണങ്ങളുടെ കോണുകൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഈ കോണ് 90 ഡിഗ്രിയാണ്, ഈ കോണ് 45 ഡിഗ്രിയാണ്. അപ്പോൾ 90 പ്ലസ് 45 പ്ലസ് ഈ ആംഗിൾ, ഇപ്പോൾ ഇതിനെ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് തീറ്റ 180 കിട്ടണം. അപ്പോൾ അതിന് അങ്ങനെ കിട്ടണമെങ്കിൽ ഇവിടെ 90 45 ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ 45 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത് 45, അവിടെ 45 കിട്ടണം. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട ഒരു എളുപ്പമുള്ള ഒരു ട്രയാങ്കിൾ കിട്ടി. ഇവിടെ 45, ഇവിടെ 45, ഇവിടെ 90. അപ്പോൾ അതിൻ്റെ സൈനും കോസും ടാനും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്, ഈ വശങ്ങൾ തമ്മിലുള്ള അനുപാതം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ ഭാഗം നമുക്ക് കൈകാര്യം ചെയ്യാം. അതുപോലെ ഇനി ഇപ്പുറത്തെ ഭാഗം നോക്കുക. ഇത് 45 ആണെങ്കിൽ ഇപ്പുറത്ത് എത്രയായിരിക്കും? അല്ലെങ്കിൽ ഇത് മൊത്തം 75 ആണ്, ഇത് 45 ആണ്, ബാക്കിയുള്ളത് 30 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ 90 ആണ്, ഇവിടെ 60 ആണ്. 90 60 കഴിഞ്ഞാൽ ഇവിടെ 180 ആവാൻ നമുക്ക് 30 കൂടി വേണം. 90 പ്ലസ് 60 പ്ലസ് ഒരു 30 ആയാലാണ് നമുക്ക് 180 കിട്ടുക. അപ്പോൾ ഇവിടെ 30 എന്ന് കിട്ടും. അപ്പോൾ ഈ ഭാഗവും നമ്മൾ തമ്മിൽ കുറച്ച് എളുപ്പമുള്ള ഒരു ട്രയാങ്കിളായിട്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു ത്രികോണം കിട്ടി. അപ്പോൾ 90 60 30 ഉള്ള ത്രികോണം കിട്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള ത്രികോണമെന്ന് തോന്നിയെങ്കിലും അതിനെ രണ്ടാക്കി ഭാഗിക്കുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഒരു എളുപ്പമുള്ള ത്രികോണം കിട്ടി, ഈ ഭാഗത്ത് നമുക്ക് എളുപ്പമുള്ള ത്രികോണം കിട്ടി. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ നമുക്ക് രണ്ട് വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ പകുതിയായിരിക്കും ഈ ഭാഗം. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെയും കണ്ടുപിടിക്കാം. നമുക്ക് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് ഇത് 1 ഇത് അരയുമാണെങ്കിൽ ഇത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ത്രികോണത്തിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്നത്. അപ്പോൾ കോണുകൾ അറിയാമെങ്കിൽ അതിൻ്റെ വശങ്ങൾ തമ്മിലുള്ള നീളങ്ങൾ തമ്മിൽ എന്തൊക്കെയാണ് ബന്ധം എന്ന് പഠിക്കാനാണ് നമ്മൾ ത്രികോണമിതി അഥവാ ട്രിഗണോമെട്രി ഉപയോഗിക്കുന്നത്. നമുക്കൊന്നുകൂടി
ഒന്ന് ആലോചിക്കാം. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർവശം ബൈ കർണം, കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപവശം ബൈ കർണം, ടാൻ എന്ന് പറയുന്നത് എതിർവശം ബൈ സമീപവശം. അപ്പോൾ ഇതാണ് നമുക്ക് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. സൈൻ തീറ്റ എതിർവശം ബൈ കർണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് തീറ്റ എന്ന് പറയുന്നത് സമീപവശം ബൈ കർണം അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് എതിർവശം ബൈ സമീപവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഇത്തരം വശങ്ങൾ തമ്മിലുള്ള നീളങ്ങളുടെ ബന്ധം അല്ലെങ്കിൽ അത് തമ്മിലുള്ള റേഷ്യോ അഥവാ അത് തമ്മിലുള്ള ഒരു അംശബന്ധമാണ് ഈ 3 വാക്കുകൾ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് ഓർക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും കൂടി നോക്കൂ. സിനോഹ്, കോസാഹ്, ടാനോഹ്. ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസൻറ്റ് ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് അഡ്ജസൻറ്റ് എന്ന് നമുക്ക് അത് എളുപ്പത്തിൽ ഓർത്തിരിക്കാം.